ഈ വീടിന്റെ തീരാശാപമായ പ്രകാശനല്ലേ ഇപ്പൊ പടി ഇറങ്ങി കാറി കയറി പോയത്. അവനോടൊപ്പം ഈ വീടിനെ ബാധിച്ചിരിക്കുന്ന കലിദോഷങ്ങളും പടി ഇറങ്ങി പോയി കാണും. ബാൻഡ്രിക്ക് പോയി ഈ വീടിന് ഐശ്വര്യവും വന്നു. അച്ഛമ്മ ഈ ചിരിക്കുന്നത് അതിന്റെയാ. ജഗ, എനിക്കൊന്ന് പേടിയാവുന്നു. അച്ഛമ്മ പതിവില്ലാതെ ചിരിക്കുന്നു, ചിരി നിർത്തുന്നുമില്ല. ജഗ, വേഗം ഒന്ന് ഡോക്ടറെ വിളിക്ക. അച്ഛമ്മേ, അച്ഛമ്മേ, അച്ഛമ്മ ഒന്ന് ചിരി നിർത്ത്. ഹലോ ഡോക്ടർ, ഞാനാണ് ജഗൻ. പറയൂ ജഗൻ. ഓക്കെ ജഗൻ, ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തിയേക്കാം. ശരി ഡോക്ടർ. ഡോക്ടർ ഇപ്പൊ വരും. ഇനി നിന്ന് താമസിക്കണ്ട, വന്ദന പാലുകാച്ച ചടങ്ങിന് പോകും. അച്ഛമ്മയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ഞാൻ എങ്ങനെ പോവാനാ? ഇത് പേടിക്കാനായിട്ടൊന്നുമില്ല. ഇത്രയും കാലം മുത്തശ്ശി ചിരിക്കാതെ മിണ്ടാതെയൊക്കെ കിടന്നതല്ലേ, ചിരിക്കട്ടെ. അച്ഛമ്മ ചിരിച്ചോ? വന്ദന വിഷമിക്കണ്ട, പാലുകാച്ചൽ ചടങ്ങിന് പോയിട്ട് വാ. പേടിക്കണ്ട വന്ദനെ, ഞാനും അച്ഛമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും. പാലുകാച്ച ചടങ്ങൊക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് പതുക്കെ വന്നാ മതി. വന്ദന വരുമ്പോ അച്ഛമ്മ ഇവിടെ ഓടിച്ചാടി നടക്കുന്നുണ്ടാവും അല്ലേ? ഡോക്ടറാണല്ലോ വിളിക്കുന്നത്. ഡോക്ടർ, മുത്തശ്ശി കൂടുതൽ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവർ നന്നായി ചിരിക്കുന്നുണ്ടെന്ന്. ശബ്ദവും പുറത്തു വന്ന് തുടങ്ങി. ജഗനാണ് വിളിച്ചു പറഞ്ഞത്. എന്നോട് വീട്ടിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടിരിക്കുക ജഗൻ. എങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്ക് പോയി മുത്തശ്ശി ചികിത്സിക്കുക. ഞാൻ ഡോക്ടർക്ക് നൽകിയ ആ സ്ലോ പോയിസൺ കയ്യിലുണ്ടല്ലോ. ഉണ്ട് സർ. ആ പോയിസൺ മുത്തശ്ശിക്ക് കൊടുക്ക്. അവര് ചിരിക്കട്ടെ. നായകന്മാരും മരിച്ചതുപോലെ ചിരിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്തോട് വിട പറയട്ടെ. എത്രയും പെട്ടെന്ന് വേണം. കൊടുക്കാം സർ. പക്ഷേ സ്ലോ പോയിസൺ സാവധാനത്തിൽ മാത്രമേ പ്രവർത്തിച്ചു തുടങ്ങൂ. അത് സാരമില്ല. ആ കിഴവി അതുവരെ ഒരു അക്ഷരം സംസാരിക്കാതെ നോക്കണം. അത് എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. സ്ലോ പോയിസൺ അളവിൽ കൂടുതൽ നൽകിയാൽ അത് കാര്യങ്ങൾ ഫാസ്റ്റ് ആക്കും. അതറിയാം സർ. ഞാൻ ഉടനെ വേണ്ടത് ചെയ്തോളാം. തനിക്ക് വേണ്ടത് ഞാനും ചെയ്തിരിക്കും. ഓക്കെ? ഓക്കെ സർ. ആ വന്ദനെ സൂക്ഷിക്കണം. അവൾക്ക് CID ബുദ്ധിയാ. ഒരു ചെറിയ കൈപ്പിഴ മതി, വന്ദനെല്ലാം പൊളിച്ചെടുക്കും. അതെനിക്ക് ബോധ്യമുണ്ട് സർ. ഓക്കെ, എന്നാ വച്ചേക്ക്. തൽക്കാലം പ്രശ്നമൊന്നുമില്ല. മയക്കം തെളിയുമ്പോഴേക്കും ഈ വോമിറ്റിംഗ് ടെൻഡൻസി മാറിക്കോളും. ബാക്കി ട്രീറ്റ്മെന്റിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ആ വിദേശത്ത് ഓർഡർ ചെയ്ത മരുന്ന് ഇനി എങ്ങനെയാ ഡോക്ടറെ? ജഗ,
അത് ഞാൻ പറഞ്ഞില്ലേ, വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത മരുന്നാ. ഇനി ഈ മരുന്ന് ഒരിക്കൽ കൂടി വരുത്തണമെങ്കിൽ ഒരു ചടങ്ങാ. സാരമില്ല, നമുക്ക് നോക്കാം. ഉം. ആ മരുന്ന് കൊടുത്തിരുന്നെങ്കിൽ അതിന്റെ ഫലം കണ്ടേനെ. ചിലപ്പോ മുത്തശ്ശിക്ക് കുറച്ചു നാളും കൂടി ഇങ്ങനെ കിടക്കാനായിരിക്കും യോഗം. ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോ രോഗി ഛർദിക്കുമെന്ന് അറിയാമെങ്കിൽ പിന്നെ ആ മരുന്ന് കൊടുക്കണ്ടായിരുന്നു. ഇതിപ്പോ ലക്ഷങ്ങൾ വിലയുള്ള മരുന്നല്ലേ, അതിന്റെ ടേസ്റ്റ് ഒന്നും നോക്കാൻ പോലും പറ്റിയില്ല, വെറുതെ കളഞ്ഞു. ശ്ശെ. ജഗ, ഞാൻ ഇറങ്ങുവാ. ആ, മുത്തശ്ശിക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാ വിളിക്കണം. വിളിക്കാം ഡോക്ടർ. സോറി ഡോക്ടർ. പ്രയോജനം ചെയ്തില്ലെങ്കിൽ മരുന്നിന്റെ വില ഞാൻ തരാം. എനിക്ക് കുറച്ച് സാവകാശം മാത്രം തന്നാൽ. ജഗ, ആ മരുന്ന് ഫലം കണ്ടില്ലല്ലോ, അതിലാ എനിക്ക് ടെൻഷൻ. ആ നോക്കാം.